കണ്ണൻ നായരുണ്ട് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്ന്. കണ്ണൻ, അവിടെ എല്ലാവരും VS-നെ കാത്തിരിക്കുന്നു. വാഹനമിത അടുത്തെത്താറായി എന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് ക്രമീകരണങ്ങൾ? വന്ന ഉടൻ തന്നെ പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ടാകുമോ, അതോ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ആദരവുകൾ അർപ്പിച്ച ശേഷമായിരിക്കുമോ ആളുകളെ പ്രവേശിപ്പിക്കുക? ആളുകളെ അടിയന്തരമായി തന്നെ പ്രവേശിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടിയാണ്. തൊട്ട് സമീപത്ത് ഈ റിക്രിയേഷൻ ഗ്രൗണ്ടിൻ്റെ സമീപത്തുകൂടി റെയിൽവേ സ്റ്റേഷനുണ്ട്. റെയിൽവേ ട്രാക്ക് കടന്നു പോകുന്നുണ്ട്. ആ റെയിൽവേ ട്രാക്ക് അടച്ചിട്ടില്ല പെട്ടെന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ ആ വിലാപയാത്ര ഇവിടേക്ക് എത്തും. എത്തിക്കഴിഞ്ഞാലുടൻ ഇപ്പോഴും മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഓരോ ആൾക്കാരും കാത്തു നിൽക്കുകയാണ്. പുറത്ത് ആ മതിൽക്കെട്ടുകൾക്ക്, ആ ഗസ്റ്റ് ഹൗസിൻ്റെ മതിൽക്കെട്ടുകൾക്ക് മുകളിൽ കയറിയെന്ന് മുദ്രാവാക്യം വിളിക്കുന്ന പാർട്ടി അണികളെ, പാർട്ടി പ്രവർത്തകരെ കാണാൻ സാധിക്കുന്നുണ്ട്. അവർക്ക് VS എന്നതൊരു വികാരമാണ്, അതൊരു വിശ്വാസമാണ്. ആ വിശ്വാസത്തെ ഒരിക്കൽ കൂടി മുറുകെ പിടിച്ചുകൊണ്ട് ആ പ്രവർത്തകരൊക്കെ തന്നെ അദ്ദേഹത്തെ കാത്തിരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അല്പസമയത്തോടെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇവിടേക്ക് കടന്നു വരും. അതിനുവേണ്ടി മുഖ്യമന്ത്രി അടക്കമുള്ള ആൾക്കാർ, പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി അടക്കം, അതുപോലെ തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനടക്കം, സംസ്ഥാനത്തെ എല്ലാ മന്ത്രിമാരും, എല്ലാ നേതാക്കന്മാരും ഒക്കെ തന്നെ ഇവിടേക്ക് എത്തുന്നു. നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇവിടേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ലെവൽ ക്രോസ് ഇവിടോട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടേക്ക് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയെത്തും. ആലപ്പുഴയെക്കുറിച്ച് പറയുമ്പോൾ VS-ന് ഏറ്റവും സ്വാധീനമുള്ള, VS എന്ന രണ്ടക്ഷരം പിറന്ന മണ്ണാണിത്. VS എന്ന് പറയുന്ന ഒരു വിപ്ലവകാരി പിറന്ന മണ്ണാണിത്. പുന്നപ്പറയുടെ വരിക്കുന്തവുമായി പുന്നപ്പറ സമരത്തിന് വേണ്ടി ഇറങ്ങിയ സമയത്ത് അവരെ പ്രോജ്വലിപ്പിച്ചു വിട്ട ഒരു നേതൃപാഠവും പിറന്നു വീണ മണ്ണാണിത്. ആ മണ്ണിലൂടെ തിരിച്ച മണ്ണിലേക്കുള്ള മടക്കത്തിലാണ് VS ഉള്ളത്. VS മരിച്ചു, VS ഇനി ജീവനോടെ ഇല്ല എന്ന് അറിഞ്ഞ സമയത്തൊക്കെ തന്നെ അവർക്ക് കഴിഞ്ഞ ഒരു 5-5.5 വർഷമായി VS സജീവമായി രാഷ്ട്രീയത്തിലില്ല എങ്കിൽ പോലും, സജീവമായി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നില്ല എങ്കിൽ പോലും അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തിയ ജനങ്ങളാണ്. അവർക്ക് രാഷ്ട്രീയം, CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമോ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനമോ മാത്രമല്ല, മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുള്ള ആൾക്കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, BJP-ക്കാരുണ്ട്. അവരെല്ലാവരും തന്നെ VS എന്നുള്ള ഒരു വികാരം ജനങ്ങളുടെ മനസ്സിൽ ഉള്ളതാണ് എന്ന് കാണിച്ചു തരുന്നതാണ് ഇവിടേക്ക് എത്തുന്ന ഓരോ ജനങ്ങളുടെയും ഒരു പ്രതീതി. അവർക്കൊക്കെ തന്നെ ചില ആൾക്കാരുടെ കണ്ണുകൾ നിറയുന്നുണ്ട്. ഇന്ന് രാവിലെ ഓച്ചിറയിലേക്ക് വരുന്ന സമയത്ത്, ഓച്ചിറയിൽ നിന്നാണ് കൊല്ലം ജില്ലയിൽ നിന്നുള്ള വിലാപയാത്ര ആലപ്പുഴ ജില്ലയിലേക്ക് കയറിയത്. ആ സമയത്ത് ഓച്ചിറയിൽ നിന്ന് ഒരു സ്ത്രീ, ഒരു കാരണവശാലും ഞങ്ങൾ കരയില്ല, VS-നെ ഞങ്ങൾ കണ്ണു നിറഞ്ഞുകൊണ്ട് യാത്ര അയക്കില്ല എന്ന് പറഞ്ഞ് അവസാനം VS അച്യുതാനന്ദൻ്റെ ഭൗതിക ശരീരത്തിന് മുകളിലേക്ക് നോക്കിയപ്പോൾ അവർ പൊട്ടിക്കരയുന്നത് നേരിട്ട് കണ്ടതാണ്. പിന്നീട് അവരോട് ചോദിച്ചപ്പോൾ കരയാതിരിക്കാനാകുന്നില്ല, ഇനി അദ്ദേഹത്തെ കാണാനാകില്ലല്ലോ എന്നുള്ള മനസ്സിൽ നിന്നുള്ള സങ്കടം പുറത്തേക്ക് വരുന്നത്. അതിനുശേഷം മുദ്രാവാക്യം മുഴക്കി അവരൊക്കെ തന്നെ റെഡ് സല്യൂട്ട് നൽകിയ ആ പ്രിയ നേതാവിനെ വിട നൽകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. അല്പസമയത്തിനുള്ളിൽ ഇവിടേക്ക് എത്തും. DGP അടക്കമുള്ള ആൾക്കാരുടെ നേതൃത്വത്തിലാണ്, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഇവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ നിയന്ത്രിക്കുന്നത്. അതിന് ADGP അടക്കമുള്ള ആൾക്കാർ ഈ ഗ്രൗണ്ടിൻ്റെ പുറത്തിറങ്ങി നിന്ന് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നുണ്ട്. IG-മാരും DIG-മാരടക്കമുള്ള ആൾക്കാരെല്ലാവരും തന്നെയുണ്ട്. വലിയ ജനസഞ്ചയമാണ്. ഈ റിക്രിയേഷൻ ഗ്രൗണ്ടിൻ്റെ തൊട്ട് പടിഞ്ഞാറ് ഭാഗത്ത് വലിയ ഒരു കടലുണ്ടെങ്കിൽ അതിൻ്റെ ഈ കിഴക്ക് ഭാഗത്ത് ജനങ്ങളുടെ ഒരു കടലുണ്ട്. അത് VS-നെ കാണാൻ വേണ്ടിയുള്ള കടലാണ്. ആർത്തിരമ്പുന്ന തിരമാലയെ പോലെ ഇവിടെ ഉയരുന്നത് ആർത്തിരമ്പുന്ന മുദ്രാവാക്യങ്ങളാണ്. കണ്ണേ കരളെ VS-എ, ഞങ്ങളുടെ ഓമന VS-എ, ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ എന്നുള്ള മുദ്രാവാക്യം മുഴക്കുകയാണ്. പടിഞ്ഞാറ് അറബിക്കടലാണെങ്കിൽ നേരെ ഇപ്പുറത്ത് ജനസാഗരം ഇരമ്പുകയാണ്. അവർക്കൊക്കെ ഒരിക്കൽ കൂടി, നേരത്തെ നമ്മളോട് സംസാരിച്ച ആൾക്കാർ പറഞ്ഞു കേട്ടില്ലേ, കരുനാഗപ്പള്ളിയിലും ഓച്ചിറയിലും വെച്ച് അദ്ദേഹത്തെ ഞങ്ങൾ കണ്ടതാണ്. പക്ഷേ വീണ്ടും കാണണമെന്ന് തോന്നുകയാണ്. അതുകൊണ്ടാണ് ആ കരുനാഗപ്പള്ളിയിൽ നിന്നും ഓച്ചിറയിൽ നിന്നും വിലാപയാത്ര ആലപ്പുഴയിലേക്ക് വരുന്ന സമയത്ത്, ആലപ്പുഴയിൽ വിലാപയാത്ര എത്തുന്ന സമയത്ത് വീണ്ടും അദ്ദേഹത്തെ കാണാൻ വേണ്ടി, അല്ലെങ്കിൽ പുന്നപ്പറ രക്തസാക്ഷി മണ്ഡപത്തിൽ, വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് എത്തി അദ്ദേഹം അഗ്നിയുടെ ഭാഗമാകുന്ന, അല്ലെങ്കിൽ മണ്ണിൻ്റെ ഭാഗമാകുന്ന ആ നിമിഷം അദ്ദേഹത്തിനൊരു റെഡ് സല്യൂട്ട് നൽകാൻ വേണ്ടി, ഒരു മുദ്രാവാക്യം മുഴക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത്. ഇത് ആലപ്പുഴയുടെ മണ്ണ് കേരളത്തിന് സമ്മാനിച്ച വിപ്ലവ താരകത്തിൻ്റെ മടക്കമാണ്. ആ മടക്കയാത്രയിൽ കണ്ണു നിറയുന്നുണ്ട്, വലിയ രീതിയിലുള്ള സങ്കടക്കടലുണ്ട്. പക്ഷേ അതിനൊക്കെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ഇൻക്ലാബ് വിളിച്ചുകൊണ്ട്, കണ്ണേ കരളെ VS-എ, ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ എന്ന് വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കണ്ണേ കരളെ എന്ന് പറഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ നമ്മുടെ ചുണ്ടുകളിൽ നിന്ന് ഉയരുന്നത് VS എന്ന രണ്ടക്ഷരമാണ്.
രണ്ടക്ഷരം എന്നത് ഒരു യുഗമാണ്. ആ യുഗത്തിൻ്റെ അന്ത്യത്തിലേക്ക് കടക്കുകയാണ്. നിമിഷങ്ങൾക്കുള്ളിൽ ഇപ്പോൾ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയെത്തും. നേരത്തെ അദ്ദേഹം ജനപ്രതിനിധിയായിരുന്ന സമയത്ത്, MLA ആയിരുന്ന സമയത്തും, പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്തും, മുഖ്യമന്ത്രിയായിരുന്ന സമയത്തുമൊക്കെ തന്നെ ഈ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്ന് എത്രത്തോളം സല്യൂട്ടുകൾ പോലീസുകാരുടെയും മറ്റ് NCC കേഡറ്റുകളുടെയും സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് കുട്ടികളുടെയും ഒക്കെ തന്നെ വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹം അവസാനമായി എത്തുകയാണ്, ആ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് എത്തുകയാണ്. ആ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്ന് ഇവിടുത്തെ പാർട്ടി അണികളുടെ, അദ്ദേഹത്തെ മനസ്സാൽ വരിച്ച ആൾക്കാരുടെ, ആ ജനങ്ങളുടെ ആ ഒരു അവസാന സല്യൂട്ട് വാങ്ങാൻ വേണ്ടി, റെഡ് സല്യൂട്ട് വാങ്ങാൻ വേണ്ടി. കണ്ണൻ നായരാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് വിലാപയാത്ര എത്തുകയാണ്. മുഖ്യമന്ത്രി, ചീഫ് സെക്രട്ടറി, SRP അടക്കമുള്ളവരെല്ലാം കാത്തു നിൽക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകളാണ് അവിടെ പൊതുദർശനത്തിന് കാത്ത് നിൽക്കുന്നത്. വീട്ടിലും പിന്നീട് DC ഓഫീസിലും പൊതുദർശനം ഉണ്ടായെങ്കിലും കുറേയധികം ആളുകൾക്ക് കാണാൻ അവസരം കിട്ടിയിരുന്നില്ല. സമയം വൈകിയതുകൊണ്ട് പൊതുദർശനം അവസാനിപ്പിക്കേണ്ടി വന്നിരുന്നു. അവരോടൊക്കെ ഇങ്ങോട്ടേക്ക്, ഈ ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരാനാണ് അവിടെ നിന്ന് പാർട്ടി നേതാക്കൾ നൽകിയ നിർദ്ദേശം. അതിനനുസരിച്ച് കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. മന്ത്രി TM തോമസ് ഐസക് അടക്കമുള്ളവർ സ്ഥലത്തുണ്ട്. എല്ലാവരും വിവിധ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ വിവിധ കക്ഷി നേതാക്കൾ VS അച്യുതാനന്ദൻ എന്ന മഹാമേരുവിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി കാത്തു നിൽക്കുകയാണ്. മണിക്കൂറുകൾ ഇവിടെ പൊതുദർശനം വേണ്ടി വരുമെന്നാണ് ഇപ്പോൾ നേരത്തെ കണ്ണനും രഘുവും ഒക്കെ സൂചിപ്പിച്ചത്. D പ്രമേഷ് കുമാർ നമുക്കൊപ്പം തുടരുന്നുണ്ട്. പ്രമേഷ്, ഇനി ഒരുപക്ഷെ ഒരു 4 മണിക്കൂറെങ്കിലും കുറഞ്ഞത് വേണ്ടി വരുമെന്നാണ് ഇപ്പോൾ അവിടുത്തെ തിരക്കൊക്കെ പരിഗണിച്ച് രഘുവൊക്കെ സൂചിപ്പിച്ചത്. പൊതുദർശനം അങ്ങനെയെങ്കിൽ രാത്രി ഒരു 10 മണിയോടുകൂടി മാത്രമേ ഒരുപക്ഷെ സംസ്കാരം നടക്കൂ. നിലവിലെ ഈ തിരക്ക് അത് ഇനിയും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പലർക്കും കാണാൻ പറ്റിയിട്ടുമില്ല. VS എന്നത് ഇന്ന് ആ ശരീരരൂപം നമ്മളിൽ നിന്ന് ഇല്ലാതാവുകയാണെങ്കിലും VS കൊളുത്തിവിട്ട തീജ്വാല, ആ സമരാവേശം, അതൊക്കെ പ്രവർത്തകർ കൂടുതൽ കരുത്തോടെ ഏറ്റുവാങ്ങുന്നതിനു കൂടിയാണ് ഇന്നത്തെ ഈ ദിവസം സാക്ഷിയാകുന്നതല്ലേ? വലിയ ചുടുകാട്ടിലേക്ക് അല്പസമയത്തിനകം തന്നെ ഈ അവസാനത്തെ പൊതുദർശന സ്ഥലത്ത് നിന്ന് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ യാത്രയാവും. ഇപ്പോഴും അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ ധാരാളം പേർ ആലപ്പുഴ ജില്ലയിൽ നിന്ന് മാത്രമല്ല മറ്റു പല പ്രദേശങ്ങളിൽ നിന്നും പ്രവർത്തകർ ഒഴുകി എത്തിയിട്ടുണ്ട്. ജനപ്രവാഹമായി ഈ തോരാത്ത മഴയിലും അതിനെ അവഗണിച്ചും ഇത്രയും പ്രവർത്തകർ അവിടെ കാത്തു നിൽക്കുകയാണ്. VSനെ കണ്ടാൽ മാത്രമേ മടങ്ങൂ എന്ന ദൃഢനിശ്ചയത്തോടു കൂടി ഇത്രയും പ്രവർത്തകർ അവിടെ ഇപ്പോഴും കാത്തിരിക്കുകയാണ്. ഇത് VSനോടുള്ള അവരുടെ സ്നേഹത്തിൻ്റെ, ആദരവിൻ്റെ, ബഹുമാനത്തിൻ്റെ ഒക്കെ ലക്ഷണമാണ്. ഇങ്ങനെ ഒരു നേതാവ്, എനിക്ക് തോന്നുന്നത് വളരെ ഐതിഹാസികമായ ഒരു ചരിത്രമുള്ള, പോരാട്ട വീര്യമുള്ള ഒരു നേതാവാണ് VS എന്നതുകൊണ്ട് മാത്രമാണ്. സാധാരണ എല്ലാ നേതാക്കൾക്കും ലഭിക്കുന്ന ഒരു വിടവാങ്ങലല്ല ഇത്. സാധാരണയായിട്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലുള്ളൊരു പ്രസ്ഥാനത്തിനകത്ത് സ്വാഭാവികമായിട്ടും ഇത്തരം നേതൃത്വത്തിൽ ഉയരുന്ന ജനകീയ നേതാക്കൾക്ക് കിട്ടുന്ന ആദരവാണ് ഇത്. അത് AKG അല്ലെങ്കിൽ P കൃഷ്ണപിള്ള നായനാർ, EK നായനാർ പോലുള്ള നേതാക്കൾക്കൊക്കെ ലഭിച്ച ഒരു ആദരവാണ്. ഏതാണ്ട് അതിന് സമാനമായും അതിലേറെയും VSന് ഈ ജനകീയ ആദരവ് ലഭിക്കുന്നുണ്ട്. ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു VS, ഐക്യ കേരളത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു VSൻ്റെ ജീവചരിത്രവും. 1943 ആദ്യത്തെ തിരുവിതാംകൂറിലെ കർഷക തൊഴിലാളി യൂണിയന് നേതൃത്വം നൽകിയത് VSൻ്റെ കൂടി പ്രവർത്തന ഫലമാണ്. കുട്ടനാട്ടിൽ പ്രവർത്തിക്കാൻ അദ്ദേഹം P കൃഷ്ണപിള്ളയാൽ നിയുക്തനായി സമയത്ത് ഏതാണ്ട് 7 പാർട്ടി അംഗങ്ങളാണ് അന്ന് കുട്ടനാട്ടിൽ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ പോകുന്നത്. അതിൽ 6 പേരും ശരിക്കും ആ പ്രവർത്തനത്തിൽ നിന്ന് പിൻവാങ്ങിയെന്നാണ് കേട്ടത്. മറ്റൊന്നുമല്ല, അന്നത്തെ സാഹചര്യങ്ങൾ ഇന്നത്തെ പോലെയല്ല. ട്രേഡ് യൂണിയൻ അല്ലെങ്കിൽ തൊഴിലാളി പ്രവർത്തനം എന്ന് പറയുന്നത് ഇന്നത്തെ പോലുള്ള ഒരു കാലമല്ല. പട്ടിണിയും പരിവട്ടവും ഇട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉടുത്തിരിക്കുന്ന ഷർട്ടും മുണ്ടും മാറ്റി മറ്റൊന്നും ഉടുക്കാൻ പോലും ഇല്ലാത്ത ഒരു കാലമാണ്. അത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലൊക്കെ അത് വിശദമായി ചേർത്തിട്ടുണ്ട്. അത് ഇട്ടിരിക്കുന്ന ഷർട്ടും മുണ്ടും തോർത്തുമൊക്കെ തന്നെ അത് കഴുകി അത് വരമ്പത്ത് തന്നെ ഉണക്കി അത് ധരിച്ചു ഒക്കെയാണ് അദ്ദേഹം കുട്ടനാട്ടിലേക്ക് ഈ പ്രവർത്തനത്തെ സംഘടിപ്പിക്കാനും കർഷക തൊഴിലാളികളെ കണ്ടു മനസ്സിലാക്കി അവർ നേരിടുന്ന ചൂഷണത്തെക്കുറിച്ച് അത് ബോധവൽക്കരിക്കാൻ തന്നെ അദ്ദേഹത്തിന് ദിവസങ്ങൾ വേണ്ടി വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം കാലാകാലങ്ങളായി
അവർ നേരിടുന്ന ഈ ചൂഷണത്തെക്കുറിച്ച് പോലും അവർക്ക് ബോധ്യമുണ്ടായിരുന്നില്ല. അങ്ങനത്തെ സാഹചര്യങ്ങളിലായിരുന്നു അന്നത്തെ കർഷക തൊഴിലാളികൾ അവിടെ ജീവിച്ചിരുന്നത്. ആ സാഹചര്യത്തിൽ നിന്നും 1943 ആദ്യത്തെ തിരുവിതാംകൂർ ട്രേഡ് യൂണിയൻ അല്ലെങ്കിൽ കർഷക തൊഴിലാളികളുടെ സംഘടന രൂപീകരിക്കുന്ന ഘട്ടത്തിലേക്കൊക്കെ എത്തിയത് VS-ൻ്റെ അടക്കം പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ്. ആസ്പിൻവാൾ തൊഴിലാളി കയർ ഫാക്ടറിയിലെ തൊഴിലാളിയായിരുന്നു. അദ്ദേഹത്തിന് കയർ തൊഴിലാളികളുടെ ഒരു സാഹചര്യം, ജീവിത സാഹചര്യം അറിയാം. കർഷക തൊഴിലാളികളുടെ ജീവിത സാഹചര്യം അദ്ദേഹത്തിന് ആദ്യത്തെ അറിയില്ലായിരുന്നു. ഏതാണ്ട് 18 വയസ്സാകണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം ലഭിക്കാൻ. അതിനു മുമ്പ് തന്നെ പി കൃഷ്ണപിള്ളയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗത്വം ലഭിക്കുകയും ഈ തൊഴിലാളികളൊക്കെ സംഘടിപ്പിക്കാൻ പോവുകയൊക്കെ ചെയ്ത VS-ൻ്റെ ചരിത്രം അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ബന്ധപ്പെട്ട് മാത്രമല്ല, CPM-ൻ്റെ ചരിത്രവുമായും അഭേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. കാരണം 1964 CPI-യുടെ ദേശീയ കൗൺസിലിൽ നിന്ന് അഭിപ്രായ ഭിന്നതകളെ തുടർന്ന് ഇറങ്ങിപ്പോന്ന 32 പേരിൽ VS ആണ് ഏറ്റവും അവസാനം ജീവിച്ചിരുന്നത്. അതിൽ അവസാനത്തെ ആൾ VS ആയിരുന്നു. മറ്റ് 31 പേരോടൊപ്പം ഇറങ്ങി വന്നാണ് പിന്നീട് CPM രൂപീകരിക്കുന്ന ഒക്കെ കൽക്കത്തയിലാണ് പിന്നീട് യോഗം ചേർന്ന് CPM-ൻ്റെ രൂപീകരണമൊക്കെ നടന്നത്. അതിൽ ബാക്കി 6 പേരും മലയാളികളായ 7 പേരുണ്ടായിരുന്നു. നമ്മുടെ AKG EMS, അതുപോലെ തന്നെ PV കുഞ്ഞമ്പു, CH കണാരൻ, EK ബിച്ചുബാബ, അങ്ങനെ തുടങ്ങിയ 7 മലയാളികൾ VS-നോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പം 64 തന്നെ അന്ന് തന്നെ CPI-യുടെ ദേശീയ കൗൺസിൽ അംഗമായിരുന്നു. തുടർന്ന് വന്ന CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും പിന്നീട് തുടർന്ന് പോളിറ്റ് ബ്യൂറോ അംഗവും ഒക്കെ ആയി മാറുകയാണ് ഉണ്ടായത്. ഐക്യകേരളത്തിൻ്റെ പിറവി സമയത്തൊക്കെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഡിവിഷണൽ സെക്രട്ടറി ആയിരുന്നു. പിന്നീട് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയി. അങ്ങനെ കേരളത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ വ്യക്തിത്വമാണ് VS-ൻ്റേത്. ആ പ്രാധാന്യവും പരിഗണനയുമാണ് VS-ന് ലഭിക്കുന്നത്. പിന്നെ VS-ൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള അല്ലെങ്കിൽ തൊഴിലാളി പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം, പാർലമെൻ്ററി പ്രവർത്തനം, ഒരുപക്ഷെ ഞങ്ങളെപ്പോലുള്ള തലമുറകളിലൊക്കെ നമ്മൾ നേരിട്ട് കണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പാർലമെൻ്ററി പ്രവർത്തനമായിരിക്കാം. അദ്ദേഹം 1980 മുതൽ 91 വരെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. 3 തവണ സംസ്ഥാന സമ്മേളനത്തിൽ അദ്ദേഹം പാർട്ടി സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് 91 മുതൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇടവേളയ്ക്ക് ശേഷമുള്ള പാർലമെൻ്ററി പ്രവർത്തനം 91 മുതൽ ആരംഭിക്കുന്നുണ്ട്. 91 അദ്ദേഹം മാരാരിക്കുളത്ത് നിന്ന് വിജയിച്ച് ആദ്യം പിന്നീട് പ്രതിപക്ഷ നേതാവിൻ്റെ ചുമതല ഏറ്റെടുക്കുന്നു. ആദ്യം EK നായനാരായിരുന്നു, പിന്നീട് അദ്ദേഹം പ്രതിപക്ഷ നേതാവിൻ്റെ ചുമതല ഏറ്റെടുക്കുന്നു. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം അനുസ്മരിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം 2006 മുഖ്യമന്ത്രി സ്ഥാനം അദ്ദേഹത്തിനെ തേടി എത്തിയെങ്കിലും അതിനു മുമ്പ് തന്നെ ഒരുപക്ഷെ പലപ്പോഴും മുഖ്യമന്ത്രി പദവി അദ്ദേഹത്തെ തേടി എത്തേണ്ടതായിരുന്നു. അത് ഈ 91 നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ 87, 91 ആ സർക്കാരിൻ്റെ ഒരു തുടർച്ച സംഭവിക്കേണ്ടിയിരുന്നു എന്ന പ്രതീക്ഷ അന്ന് LDF-ഉം മറ്റുള്ള രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ കരുതിയിരുന്നു. കാരണം അതിന് മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ LDF-ന് വൻ ഭൂരിപക്ഷം ലഭിക്കുകയുണ്ടായി. 14-ൽ 13 ജില്ലാ കൗൺസിലുകളും പിടിച്ചെടുക്കുകയുണ്ടായി. അപ്പം അങ്ങനെയുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ വീണ്ടും 1 വർഷം നിയമസഭയുടെ കാലാവധി അവശേഷിക്കെ നിയമസഭ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയായിരുന്നു. അന്ന് ഒരുപക്ഷെ EK നായനായിരുന്നു തൊട്ട് മുമ്പുള്ള ആ സമയത്തെ മുഖ്യമന്ത്രി. അടുത്ത അധികാരം തുടർച്ച ഉണ്ടാവുകയാണെങ്കിൽ VS ആയിരിക്കും മുഖ്യമന്ത്രി എന്നൊക്കെ ഒരു ധാരണയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പാർട്ടി സെക്രട്ടറി ആയിരുന്ന VS-ഉം മത്സര രംഗത്തേക്ക് വരികയുണ്ടായി. അന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിലുള്ള ഭൂരിഭാഗം പേരും അന്ന് മത്സര രംഗത്തിറങ്ങി എന്നൊക്കെയുള്ള വിമർശനങ്ങൾ പിന്നീട് പാർട്ടിയിൽ ഉണ്ടാവുകയുണ്ടായി. ഒരുപക്ഷെ അന്ന് വിജയിച്ചിരുന്നുവെങ്കിൽ VS മുഖ്യമന്ത്രി ആയേനെ. 96-ൽ പാർട്ടി തന്നെ ശരിക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിക്കാൻ വേണ്ടി ശരിയാണ്. പുറമെ സൂചിപ്പിച്ചതുപോലെ 91-ൽ തന്നെ മുഖ്യമന്ത്രി ആകേണ്ടതായിരുന്നു. പക്ഷേ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിമറിഞ്ഞ ഒരു സാഹചര്യത്തിലാണ് അത് നീണ്ടുപോയത്. 83-ാം വയസ്സിൽ മാത്രം മുഖ്യമന്ത്രി കസേരയിലേക്ക് അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞു. പക്ഷേ ആ സ്നേഹം എത്ര വൈകിയാലും VS-നോടുള്ള സ്നേഹം അത് അതിരറ്റതാണ്, കടലോളമാണ്, സമുദ്രത്തോളമാണ് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ വിലാപയാത്രയുടെ ഒരു ദൃശ്യം നമ്മളിലേക്ക് എത്തുന്നത്. കനത്ത മഴയിലും ആ മുദ്രാവാക്യം വിളികളുടെ ആവേശം കുറയുന്നില്ല. ധീരസഖാവിന് ശബ്ദമുഖരിതമായി തന്നെ വിട പറയാൻ ഒരുങ്ങുകയാണ് ആലപ്പുഴ.